എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ? ഇത് മരുന്ന് കഴിക്കുമ്പോൾ മാറിക്കോളും. പണ്ടത്തെക്കാളും 10 മടങ്ങ് കരുത്തോടെ സുബൈർക്ക് തിരിച്ചു വരും. ഇതിപ്പം ആരാ ഉപദ്രവിക്കാൻ വന്നെന്ന് മനസ്സിലായില്ല അല്ലേ? അതിന് ഞാനങ്ങോട്ട് ഓടി വന്നപ്പോ നൂർജഹാനോട് പറഞ്ഞത് കുളിമുറിയിൽ വീണെന്നാ. അതെന്തുകൊണ്ടാ പറയാത്തതെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും കംപ്ലൈന്റ് കൊടുക്കണം. തെറ്റ് ചെയ്തവരെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുമ്പോൾ അവരെ വീണ്ടും തെറ്റ് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുക. കംപ്ലൈന്റ് കൊടുക്കണമെന്ന് തന്നെയാ ശാലിനി ചേച്ചിയും വിഷ്ണുവേട്ടനും ഒക്കെ പറയുന്നത്. എന്താ ബാപ്പച്ചി ചെയ്യണ്ടേ? ബാപ്പച്ചി പറയണത് പോലെ ചെയ്യാം. കംപ്ലൈന്റ് കൊടുക്കണോ? കണ്ടില്ലേ, ബാപ്പച്ചി സമ്മതിക്കില്ല. ഒരാൾക്കും നമ്മളായിട്ട് ഒരു അനിഷ്ടക്കേട് ഉണ്ടാക്കുന്നതും ബാപ്പച്ചിക്ക് ഇഷ്ടമല്ല. ബാപ്പച്ചിക്ക് കിട്ടുന്നത് ഇതുപോലുള്ള അനുഭവങ്ങളായിരിക്കും. നൂർജഹാൻ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരാം. എടാ, ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചു വേണം. എവിടെയെങ്കിലും ഒന്ന് പാളിയാ എല്ലാം തീർന്നു, അറിയാലോ. കൊള്ളാം, താവളത്തിന് പറ്റിയ സ്ഥലം. നീ എന്താ ഇവിടെ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തോ കേട്ടില്ല? എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. നീ പറഞ്ഞോടാ. എടാ, ഇവൻ പറയുന്നത് എന്താന്ന് വെച്ചാ കേട്ടിട്ട് വാ. വേണ്ട, ഞാനൊന്ന് ഫോൺ ചെയ്താ 3 ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാര് ഓട്ടോ അടക്കം എടുത്ത് ഇങ്ങോട്ട് വരും. എങ്ങനെ നോക്കിയാലും സാധാരണക്കാരായ ഓട്ടോക്കാരുടെ അടിയുടെ ചൂട് എന്തായാലും നിങ്ങളുടെ കയ്യിലെ പളപള തഴമ്പിലുണ്ടാവില്ല. നിന്നോടൊക്കെ പറയാ, മര്യാദക്കാണെങ്കിൽ ഞാൻ ഈ സാറിനോട് 2 വാക്ക് സംസാരിച്ച് പോയിക്കോളാം. അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ ഐക്യം കാണണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് അങ്ങനെയാവാം. എന്താ വേണ്ടേ? പറ, മാറിക്കാം അങ്ങോട്ട്. കമല, ആശാനെ, നീ ആ അനുസരണയുള്ള കൂട്ടുകാർക്ക് ഒരു കമ്പനി കൊടുക്ക്. ഞാൻ ഈ സാറിനോട് 2 വാക്കൊന്ന് സംസാരിക്കട്ടെ. എന്താ നിന്റെ ആവശ്യം? ആവശ്യം എന്താണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പൊ എനിക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിപ്പം നീ സമ്മതിച്ചില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ കഴിക്കുന്നത് അരിയാഹാരം തന്നെയാ. കേട്ടോടാ മക്കളെ, ഈ ഓട്ടോ ചേട്ടൻ വന്നതേ പുതിയ ഭീഷണിയും കൊണ്ടാ. ഇങ്ങേര് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന്.
ഓട്ടോശ്രീ. എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എവനാണ് വെറുതെ അല്ല ഓട്ടോശ്രീ എന്നിട്ടത്. കുടുംബശ്രീ, ഓട്ടോശ്രീ. എവനാണെ കുടുംബത്തോടെ താമസിക്കാനും പറ്റുന്നില്ല. നീ എന്താടാ ഓട്ടോ ഓടി താഴോട്ടാണോ പോന്നെ? ഞാൻ കരുതിയത് ലോറി കഴിഞ്ഞാ നീ കണ്ടെയ്നറിന്റെ വളയത്തിൽ കയറി പിടിക്കുന്നു. ഇതെന്നാ പറ്റി താഴോട്ട് ചാടിയത്? എന്തോടിച്ചാലും നിങ്ങളെപ്പോലുള്ളവർ ജീവിപ്പിക്കില്ലല്ലോ. ഇതാവുമ്പോ കിട്ടുന്ന പെട്ടിക്ക് ഗാന്ധി കുറച്ച് മതി. നീ എന്താടാ സ്റ്റേഷനിൽ ഓട്ടോ കണി കാണിക്കാൻ കൊണ്ടുവന്നാണോ? വിഷുവൊക്കെ കഴിഞ്ഞില്ലയോടാ? ഇത് വിഷുക്കണിയല്ല, എന്റെ കെണി വന്നുവിട്ട കണിയാ. ചന്ദ്രബോസ് സാറിന്റെ മുന്നില് കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന തിരുമൂൽ കാഴ്ച ഇപ്പെടുക്കാം. കമല എടുക്കടാവുമാരെ.